ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ നട്ടുപിടിച്ച എൻ്റെ ഒരു കോളിഫ്ലവർ, ക്യാബേജ് ഇതെല്ലാം നല്ല പൂത്ത് വന്നിട്ടുണ്ട്. ക്യാബേജ്, കോളിഫ്ലവർ പരുവമായിട്ടുണ്ട്. നമുക്കിന്ന് ഇത് വെച്ചൊരു ഐറ്റം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ കോളിഫ്ലവർ ഒന്ന് കട്ട് ചെയ്യട്ടെ. ഇതാണ് എൻ്റെ കോളിഫ്ലവർ. ഇനി ക്യാബേജുമായിട്ടുണ്ട്. ക്യാബേജ് നമുക്ക് പരുവമാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് പരുവമാവാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതിന്ന് പൊട്ടിച്ചെടുത്ത് ഇത് പീസുകളാക്കി നമുക്കൊരു വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പുമിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു പാൻ അടുപ്പി വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം തിളച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരല്പം ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒരു 3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കോരിയെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ബാറ്റർ തയ്യാറാക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടാം. ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇടാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇടാം. 2 ടീസ്പൂൺ മൈദമാവ് ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അല്പം ടേബിൾ സ്പൂൺ റവ കൂടിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി അല്പം ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിക്കാം. ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കോളിഫ്ലവർ തിളച്ച് വന്നിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഫുള്ളും ഇതിൽ നിന്ന് കോരിയെടുക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ബാറ്ററിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ കോളിഫ്ലവറിൽ ഒരല്പം അരിപ്പൊടി നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്ററിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി ഇടുന്നത്. എന്നിട്ടെടുത്തിടാം. ശരിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് നമ്മൾ കോളിഫ്ലവർ ഇട്ട് ഫുള്ള് കവർ ചെയ്ത് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു പാൻ അടുപ്പി വെച്ച് അത് എണ്ണ തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ഇതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു അരിപ്പയിലോട്ട് നമുക്ക് മാറ്റാം. ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇനി ബാക്കി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എൻ്റെ കോളിഫ്ലവർ എല്ലാം കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോമ്പ് തുറക്കാറായി. നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഈ ജ്യൂസ് തണ്ണിമത്തൻ ജ്യൂസാണിത്. ഇന്ന് ഞാൻ നോമ്പ് തുറക്കുന്ന എൻ്റെ ഇത്താടെ വീട്ടിലാണ്. ഇൻഷാ അല്ലാഹ്
ഇത്തായും മക്കളും എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് നോമ്പ് തുറക്കുന്നത്. ഇൻഷാ അല്ലാ നമുക്കിനി ഒരു 5 മിനിറ്റും കൂടെ ഉള്ള നോമ്പ് തുറക്കാനായിട്ട്. നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് നോമ്പ് തുറക്കാം.